എല്ലാവർക്കും നമസ്കാരം. മാജിക്കൽ പ്രാക്ടീസിൻ്റെ രണ്ടാമത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡേ 1 പ്രാക്ടീസ് എല്ലാവരും ഇന്നലെ ചെയ്തു നോക്കി എന്ന് വിചാരിക്കുന്നു. ഞാനും ഇത് നിങ്ങളോടൊപ്പം പരിശീലിക്കുന്നുണ്ട്. ഈ നന്ദി പരിശീലിക്കാനായി ആദ്യമായി തുടങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ കാര്യത്തെ ഓർത്തിരിക്കുക എന്നത്. ആദ്യകാലങ്ങളിൽ പലപ്പോഴും നമ്മൾ നന്ദി പറയാനായി വിട്ടുപോകും. പിന്നീട് ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ നന്ദി പറയാൻ വിട്ടുപോയി എന്ന്. അങ്ങനെ നന്ദി പറയുന്ന കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്താനായി സഹായിക്കുന്ന ഒരു പരിശീലനമാണ് ഡേ 2 നമ്മൾ പരിശീലിക്കുന്നത്. അതിൻ്റെ പേര് മാജിക്കൽ സ്റ്റോൺ അല്ലെങ്കിൽ മാന്ത്രിക കല്ല്. നന്ദി പറയാനായി നമ്മൾ നിരന്തരം ഓർത്തിരിക്കുകയാണ് എങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സമൃദ്ധമാക്കാൻ സഹായിക്കും. കാരണം നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദി പറയേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. മാന്ത്രിക കല്ല് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ സംശയിക്കേണ്ടതില്ല. സാധാരണയായി നമ്മുടെ വീട്ടുമുറ്റത്തോ പൂന്തോട്ടങ്ങളിലോ ഒക്കെ കണ്ടുവരുന്ന നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു കല്ലിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന കല്ലിൻ്റെ ഒരു ചിത്രം ഞാൻ ഇവിടെ ഉൾപ്പെടുത്താം. നിങ്ങൾ ഒരു കല്ല് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ കല്ലിനെ നിങ്ങളുടെ കിടക്കുന്ന കട്ടിലിന് അരികിലായി വയ്ക്കുക. നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് അതിനെ കാണുന്നതിന് വേണ്ടിയാണ് കട്ടിലിന് സമീപം വയ്ക്കുന്നത്. ഇനി ദിവസവും രാത്രി നിങ്ങൾ ഉറങ്ങാനായി ചെല്ലുമ്പോൾ കട്ടിലിനരികിൽ നിന്നും ആ കല്ലിനെ കയ്യിലേക്ക് എടുക്കുക. നിങ്ങളുടെ വിരലുകൾ കൊണ്ട് അതിനെ അടച്ചു പിടിക്കുക. ശേഷം അന്നേ ദിവസം നിങ്ങൾക്ക് സംഭവിച്ച എല്ലാ നല്ല കാര്യങ്ങളെയും ഓർത്തെടുക്കുക. ഓരോന്നിനും നന്ദി പ്രകാശിപ്പിക്കുക. ഓരോ കാര്യങ്ങളും ഓർത്തെടുത്തതിന് ശേഷം നന്ദി 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 എന്ന് 3 പ്രാവശ്യം പറയുക. അന്ന് രാത്രി വരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളെയും ഓർത്തെടുത്തതിന് ശേഷം ആ ദിവസം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയ നന്ദിയുള്ള കാര്യത്തെ ഓർത്തെടുക്കുക. അതിന് ഒരിക്കൽ കൂടി നന്ദി പറയുക. വരുന്ന 26 ദിവസവും നിങ്ങൾ എല്ലാ ദിവസവും രാത്രി ഇതേ പരിശീലനം ആവർത്തിക്കുക. നന്ദി പറയുന്നതിനെ ഓർക്കുന്നതിനായി ഒരു കല്ലുപയോഗിക്കുന്നതിനെ നിങ്ങൾക്ക് വളരെ ലളിതമായൊരു കാര്യമായി തോന്നാം. എന്നാൽ അതിൻ്റെ പരിശീലനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ മാന്ത്രികമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കണ്ടറിയാവുന്നതാണ്. ഓരോ ദിവസവും അന്ന് സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അന്നേ ദിവസം നടന്ന പല കാര്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകും. അതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഉറക്കത്തിലേക്ക് വീഴുന്നത് പോസിറ്റീവായ ചിന്തയിലൂടെയായിരിക്കും. അത് നമ്മളെ വളരെ ഊർജ്ജസ്വലരായി അടുത്ത ദിവസം രാവിലെ ഉണരാനായി സഹായിക്കും. അടുത്ത ദിവസം ഉണരുന്നതുവരെ നിങ്ങൾ നന്ദിയുള്ളവരായി തുടരുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ആരംഭിക്കുന്നത് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ദിവസം അവസാനിപ്പിക്കുന്നതും നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കും. ഈ പരിശീലനം ആ കാര്യത്തെ പൂർണ്ണമായും ഉറപ്പാക്കുന്നു. പല പരിശീലനങ്ങളിലൂടെ നിങ്ങൾ നന്ദിയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ വരുന്ന 28 ദിവസം അല്ലെങ്കിൽ ഇനിയുള്ള 26 ദിവസവും നിങ്ങൾ കൃതജ്ഞത അല്ലെങ്കിൽ നന്ദിയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ആകർഷണ ശക്തി വർദ്ധിപ്പിക്കും. കൂടുതൽ പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് തന്നെ അത് നിങ്ങളിലേക്ക് കൂടുതൽ പോസിറ്റീവ് അനുഭവങ്ങൾ കൊണ്ടുവരും. അപ്പോൾ 2ാം ദിവസത്തെ പരിശീലനം ഇങ്ങനെയാണ്. ദിവസം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള 10 അനുഗ്രഹങ്ങൾ ലിസ്റ്റ് ചെയ്യുക. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ മാന്ത്രിക കല്ലിനെ നിങ്ങൾ കയ്യിലെടുക്കുക. അന്നേ ദിവസം ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ആലോചിച്ചെടുക്കുക. നന്ദി പറയുക. ശേഷം അതിൽ ഏറ്റവും നിങ്ങൾക്ക് പ്രിയപ്പെട്ട നന്ദിയുള്ള കാര്യത്തെ തിരഞ്ഞെടുക്കുക. അതിന് നന്ദി പറയുക. ഉറക്കത്തിലേക്ക് പോവുക. 2ാം ദിവസത്തെ പരിശീലനവും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻ്റായി ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.